മാനാസ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അവൻ്റെ ഭാര്യ അവനെ ചതിച്ചുവെന്നും അവൻ്റെ ഭാര്യയെ വേറൊരുത്തൻ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അവൻ്റെ ആ സ്റ്റോറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പും ഇവനിങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വാർത്ത കൊടുത്തായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനിവിടെ വെക്കാം, നിങ്ങൾക്കൊക്കെ അത് കാണിച്ചു തരാം. അപ്പം അന്നും ഇതേപോലൊരു സ്റ്റോറി അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിയെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇവർ രണ്ടുപേരും പിരിയാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഇവർ രണ്ടുപേരുമായി ബന്ധപ്പെട്ടിട്ട് ചില സ്രോതസ്സുകളിൽ നിന്ന് കിട്ടിയ വിവരം എന്ന് പറയുന്നത് ഇവരെപ്പോഴും വഴക്കാം. ഇപ്പം ഇവന് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. ലഹരി ഇവന് വലിയ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുമാത്രമല്ല ഇവർ തമ്മിൽ പല രീതിയിലുള്ള തർക്കങ്ങളും അവിടെ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് കൊണ്ടും അതൊക്കെ നേരത്തെ അറിയാവുന്ന ഒരാളെന്നുള്ള നിലക്കും, മാത്രമല്ല ഇവൻ്റെ ഈ ഭാര്യ ഈ സഫ എന്ന് പറയുന്നവരുടെ രണ്ടാമത്തെ കല്യാണമായിരുന്നു മാനാസിനെ കെട്ടിയത്. രണ്ടാമത്തെ കല്യാണം. നേരത്തെ ഒരു എറണാകുളത്തുള്ളൊരു പയ്യനെയാണ് ഈ സഫ കല്യാണം കഴിച്ചത്. അപ്പോൾ അവൾ ഡിവോഴ്സ് ചെയ്തിട്ടാണ് ഇവരെ കെട്ടിയത്. അത് മറ്റൊരാളുടെ ഭാര്യ ആയിരിക്കുമ്പോഴും ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ വിഷയം അതുമല്ല. അപ്പം അന്ന് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഇവർ വേർപിരിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ്. അന്ന് എത്ര പേരാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞത് കേട്ടിട്ട് എന്നോട് പറഞ്ഞത് അവർ വേർപിരിയുന്നൊന്നുമില്ലല്ലോ ഖാദറെ, ആക്ച്വലി നിന്നെ പറ്റിച്ചതാണ്, അതാണ് ഇതാണെന്നൊക്കെ. എന്നാൽ അതല്ല. കർമ്മ എന്ന് പറയുന്നൊരു ഫാക്റ്റ്, ഒരു സത്യമുണ്ട്. സത്യം എന്നും തെളിയും. അന്ന് ഇവരൊക്കെ ചാനലിൽ പറഞ്ഞ് ഞാൻ കളവ് പ്രചരിപ്പിക്കുന്നു എന്നാണ്. ഇന്ന് സത്യം മെഹനാസ് തന്നെ അവൻ്റെ സ്റ്റോറിയിൽ ഇട്ടിരിക്കുക. ഇനി നാളെ ഇവൻ വന്നിട്ട് പറയുമോ ഇത് ഞാൻ ഖാദറിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണെന്ന് പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. മാത്രമല്ല ഇവൻ്റെ ഈ പറയുന്ന ഭാര്യ അടിച്ചു കൊണ്ടുപോയവൻ, അതായത് തട്ടിക്കൊണ്ടുപോയി എന്ന് ഇവൻ പറയുന്നത് തുപ്പിയുമായിട്ട് ഒരു ലൈനൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫസ്ബിന എന്ന് പറയുന്നൊരു ആളുണ്ട് ഈ വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ആദ്യം ഇവൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഈ മെഹനാസിൻ്റെ. എൻ്റെ ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത, വാലന്റൈൻസ് ഡേ അല്ലേ, എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് തന്നത്. ഇന്ന് മറക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് ഗൈസ്. ഫുൾ ഡീറ്റെയിൽസ് നമ്മളിനി യൂട്യൂബിൽ. എത്ര കാലോടെ നീ ഇങ്ങനെ കള് പറഞ്ഞിട്ട് പോലെ, ഈ ചെക്കൻ്റെ ഒക്കെ ആര് പോയാലും എട്ടിൻ്റെ പണി കിട്ടും കേട്ടോ. അതായത് യൂട്യൂബിലിടാന്ന്. അപ്പോഴും യൂട്യൂബ് തന്നെ. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ, സ്വന്തം ഭാര്യ ഒളിച്ചോടി പോയ കാര്യം ചിലപ്പോൾ ഇവർ നാളെ പറയും വന്നിട്ട് അതൊന്നും ഇല്ല, അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഖാദറിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞതാണെങ്കിലും എടാ മെഹനാസെ, സത്യം പറഞ്ഞാൽ നിനക്ക് ഉളുപ്പുണ്ടോടാ? നിന്റെ ഭാര്യ ഒളിച്ചോടി പോയ കഥയും നീ യൂട്യൂബിൽ ഇടുന്നാ പറയുന്നത്. സ്റ്റോറി ഇട്ട് പറയാം, യൂട്യൂബിൽ അതിൻ്റെ ഇടി. നിനക്കെന്താ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ പൈസ കിട്ടില്ല? എടാ നിനക്ക് പൈസ കിട്ടില്ലടാ, അതുകൊണ്ടാണ് നീ യൂട്യൂബിൽ പറയാൻ പോകുന്നത്. ഇനി ഇതും നീ പറയുന്നത് കള്ളമാണെങ്കിൽ ജനം നിന്നെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണം. നിന്റെ ഒരു പരിപ്പും ഇനി വേവാൻ പോകുന്നില്ല മാനാസെ. അതുമാത്രമല്ല ഇത് ഞാൻ കുറച്ചും കൂടി ഉറപ്പ് വരുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവൻ്റെ ഭാഗം കേട്ടിട്ടല്ല, മറിച്ചിട്ട് ഈ വേറെ ഒരു ഫസ്ന എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എല്ലാം ചെയ്യുന്ന ഒരാളുണ്ട്. അവരും ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോറി ഞാനിവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ എനിക്ക് കുറേ പേര് മെഹനാസിന്റെ സ്റ്റോറി അയച്ചു തന്നായിരുന്നു. സ്റ്റോറി അയച്ചിട്ട് ഷിബിലി മെഹനാസിന്റെ ഭാര്യനെ തട്ടിക്കൊണ്ടുപോയി സഫേന്റെ ഫ്രണ്ടും കൂടെ ആയിരുന്നു. സഫ കുറേ എന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത വ്യക്തി തന്നെ ബാക്കിൽ കൂടെ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ എനിക്കതൊന്നും പറയാനില്ല. എനിക്കത് പണ്ടോട്ടേ ശീലം. അതിനല്ല എനിക്ക് വിഷമം. മെഹനാസ് ഈ സംഭവം രാവിലെ വിളിച്ച് പറഞ്ഞ് കുറേ കരഞ്ഞായിരുന്നു. അപ്പം ഐ ഫീൽ വെരി സാഡ് ഫോർ മെഹനാസ്. പോട്ടലിയ സാരമില്ല. അപ്പം കല്യാണം കഴിഞ്ഞവരൊക്കെ സൂക്ഷിക്കുക. ഇങ്ങനെ ആൾക്കാരിങ്ങനെ തട്ടിക്കൊണ്ട് പോകാനുള്ള ഇതിൽ ഇങ്ങനെ വരും. പ്രത്യേകിച്ച് ഇവൻ കല്യാണം കഴിഞ്ഞവർ കുട്ടിയുണ്ട് എന്നൊന്നും നോക്കത്തില്ല. ഇവൻ അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല. കിട്ടുന്നതെല്ലാം ഓക്കെയാണ്. സോ സത്യത്തിൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പക്ക ഈ റീല് എന്നൊക്കെ പറയുന്നതിൻ്റെ റിയാലിറ്റി ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ മെഹനാസ് എന്ന് പറയുന്ന ആള്, മെഹനാസിനെ കുറിച്ചിട്ട് എനിക്ക് മുമ്പേ അറിയാം. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് പൊക്കിരിത്തരങ്ങൾ ചെയ്തിട്ടുള്ളൂ. അവനെ നാട്ടിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും മെഹനാസ് ആരാണെന്നുള്ളത്. അതായത് നാട്ടിൽ അന്വേഷിക്കുമ്പോൾ നാട്ടിൽ നമുക്ക് പല ശത്രുക്കളൊക്കെ ഉണ്ടാകും.
അതുപോലെ അല്ല ഇവന് പക്ക ഒരു കള്ളത്തരം നിറഞ്ഞു നിൽക്കുന്ന ഒരുത്തനാണ്. റിഫ എന്ന് പറയുന്ന ഒരു കുട്ടിയെ സത്യത്തിൽ അവളുടെ ജീവിതം തന്നെ നശിപ്പിച്ചൊരുത്തനാണ് ഇവന്. അപ്പം ഇവൻ ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് ഇവൻ്റെ ഭാര്യ ഇവനെ വിട്ടു പോയി എന്നുള്ളത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലടാ മേനാസെ, നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ നീ എന്താ എന്നോടൊന്ന് പറഞ്ഞത്? ഞാൻ പച്ചക്കള്ളം പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നമില്ല, ഖാദർ ആക്ച്വലി കള്ളമാണ് പറഞ്ഞത് എന്ന്. ഇന്നും നീ ഇട്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ഈ ഫസ്മീന എന്ന് പറയുന്ന ലേഡി ബ്ലോഗർ അവരിട്ടിട്ടുള്ളത് ഇതിനു വേണ്ടി എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഉഡായിപ്പാണ്. ഇവനൊക്കെ ഒരു ഫാമിലി, ഒരു കുഞ്ഞ്, ഇതിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക, പോയ ഇമേജ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സ്വന്തം ഭാര്യ ഒളിച്ചോടി പോയി എന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ പറയുമ്പോഴും അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിലിടും ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറയുന്നത് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളൊന്നും അല്ല മേനാസ ഞങ്ങൾ. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാൻ സത്യം മാത്രമേ ഈ റിഫ കേസുമായി ബന്ധപ്പെട്ടിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളൂ. ആ സത്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളൂ. ആ സത്യങ്ങളിൽ ഒരു വലിയ വേദനയുണ്ട്. നിങ്ങളിപ്പോഴും ആലോചിക്കുക ആ റിഫയെക്കുറിച്ച് ഇവൻ പറഞ്ഞ പോക്കിരിത്തരങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒളിച്ചോടിപ്പോയ ഇവൻ്റെ ഭാര്യ പറഞ്ഞ പോക്കിരിത്തരങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തെമ്മാടിത്തരങ്ങളാണ് ഇവരൊക്കെ റിഫയെക്കുറിച്ച് പറഞ്ഞത്. ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണ് റിഫയെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണ് റിഫയെക്കുറിച്ച് പറയാനുള്ളത്? ഇവരല്ലേ റിഫയെ മോശമാക്കിയത്? ഇവരല്ലേ പറഞ്ഞത് റിഫ മോശമാണ്, റിഫ ഒരുപാട് മോശമായ പെണ്ണാണെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ മെഹനാസിൻ്റെ ഭാര്യയല്ലേ? അവളല്ലേ ഇന്ന് ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് ഈ മെഹനാസ് തന്നെ പറയുന്നത്. ഞാനിതിപ്പോൾ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. നാളെ ചിലപ്പോൾ ഇവന്മാരെ മാറ്റി പറഞ്ഞേക്കാം. ചിലപ്പോൾ എന്നെ പേടിച്ച് ഇവർ വീണ്ടും ഒളിച്ചോടി പോയെടുത്തുനിന്ന് വല്ല ഫ്ലൈറ്റും പിടിച്ച് വന്നിട്ട് ഇവരങ്ങ് നേരെ അയക്കാം. കാരണം ഇവരൊക്കെ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഖാദറിനെ തോപ്പിക്കുക. ഇനി ഞങ്ങളുടെ ജീവിതം കുട്ടിച്ചോറായാലും കുഴപ്പമില്ല, ഖാദർ കരിപ്പൊടി പറഞ്ഞത് പബ്ലിക്കല്ല പറയുന്നത് കള്ളമാണെന്ന് വരുത്തി തീർക്കാം. പക്ഷെ മെഹനാസെ, എല്ലാത്തിനും മുകളിലൊരു സാധനമുണ്ട് മേനാസെ, സത്യം, നീതി, ശരി എന്നൊക്കെ പറയും. അത് എത്ര കള്ളം കൊണ്ട് കഴിഞ്ഞാലും, എത്ര തെമ്മാടിത്തരം കൊണ്ട് കഴിഞ്ഞാലും, എത്ര നുണകൾ നിങ്ങൾ പടച്ചു വിട്ട് കഴിഞ്ഞാലും ആ കള്ളങ്ങളെയും ആ നുണകളെയും ആ കാര്യങ്ങളെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് സത്യം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അന്ന് നിങ്ങളൊക്കെ എന്താണെന്ന് ജനം അറിയും. നീ എന്താണെന്ന് ഞാൻ ഒരു കാലത്ത് അറിയിച്ചു കൊടുത്തതാണ്. പക്ഷേ ഇടയ്ക്ക് ഒരു ഫാമിലി വൈബൊക്കെ കൂട്ടിയിട്ട് നീ കുറച്ച് നാടകം കളിച്ചിരുന്നു. വൈകിയാണെങ്കിലും ജനം നിന്നെയൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാം. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോയുടെ എൻഡിൽ ഞാനൊരു കാര്യം പറയാം. ചിലപ്പോൾ ഇതൊക്കെ നാടകമായിരിക്കാം. പക്ഷേ അത് നാടകമാണെങ്കിലും സ്വന്തം ഭാര്യ ഒളിച്ചോടിപ്പോയെന്ന് നീ നാടകം കളിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി ഞാൻ നിനക്ക് തരാം. അത് ചെറുതൊന്നും ആയിരിക്കില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ പച്ചക്ക് ഞാൻ തുറന്നു പറയാൻ പോവാണ്.